ജെറുസലേം നഗരത്തിൽ കൂട്ടവെടിവെപ്പ്. 5 ജൂത വിശ്വാസികൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഞെടുങ്ങിയിരിക്കുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ളത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയായിട്ടാണ് ജെറുസലേം നഗരത്തെ കാണുന്നത്. സർവ്വനേരത്തും രഹസ്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തുന്ന സൈനികരും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ വേഷം ധരിച്ചിരിക്കുന്ന CID വിഭാഗവും സജീവമായിരിക്കുന്ന നഗരമാണ് ജെറുസലേം നഗരം എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഈ തീവ്ര ചിന്താഗതിയുള്ളവർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ 2023 ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പേർ ഈ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുള്ള പരാതി അന്ന് തന്നെ ഉണ്ടായിരുന്നു. അവരാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളവരാണോ എന്നുള്ള കാര്യമൊന്നും റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. ഫലസ്തീനുകളാണ് സംഭവം നടത്തിയത് എന്നുള്ളതും 2 പേർ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അകത്തും പുറത്തും രാജ്യാന്തര തലത്തിലൊക്കെ വലിയ രീതിയിൽ ഒറ്റപ്പെടൽ നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം. രാജ്യത്ത് സുരക്ഷിതമല്ലെന്നും രാജ്യം വിട്ടു പോകുന്നതാണ് ഉചിതമെന്നും അതോടൊപ്പം തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിത മേഖലയിലേക്ക് മാറണമെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യമൻ അവരുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയൊക്കെ സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് പ്രതികരിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, സുരക്ഷിത മേഖല എന്ന് പറയുന്ന ഒരു ഏരിയ ഇസ്രായേലില്ല, എല്ലാം ഞങ്ങളുടെ കണ്ണിൻ്റെ താഴെ തങ്ങളുടെ കാഴ്ചക്ക് ഇടയിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ ദേശത്തെ ആക്രമിക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. നിങ്ങളെ ആക്രമിക്കണം എന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ജനങ്ങളോടായിട്ടാണ് പറഞ്ഞത്. സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ച് പോകുന്നതാണ് ഉചിതം എന്ന തരത്തിലാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഈ വെടിവെച്ച് കൊന്നതുപോലെയുള്ള ഫലസ്തീനികൾ നുഴഞ്ഞു കയറിക്കൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് ഒരുപാട് ഉണ്ട് എന്ന് അവർക്ക് ഏറെക്കുറെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് സ്വതന്ത്രമായ രീതിയിൽ ഈ ജീവിക്കാൻ പോലും അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ വിയർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ദേശത്തിന് നേരെ എത്രത്തോളം കാലം യുദ്ധം നടത്തുമോ അത്രത്തോളം കാലം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. 6 പേർ വെടിയേറ്റതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും ഉണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് എങ്ങനെയാണ് ഗവൺമെന്റിനെ വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത്? രാജ്യാതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് ലോക രാജ്യങ്ങളിലേക്കൊക്കെ ഇരട്ട പൗരത്വമുള്ളവർ കുടിയേറുന്ന ഒരു പ്രവർത്തനം 2024 2023 അപേക്ഷിച്ചുകൊണ്ട് ഇരട്ടിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ മധ്യ ഗസ ആക്രമിച്ചതോടനുബന്ധിച്ച് അവിടുന്ന് ഹമാസിന്റെ ആക്രമണം ശക്തമായ രീതിയിൽ രാജ്യത്തേക്ക് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു. ഏത് ഭാഗത്തു നിന്നാണ് രാജ്യത്തിലേക്ക് കയറിയത് എന്നതിൻ്റെ പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ട് ഉടനെ സർക്കാരിന് സമർപ്പിക്കണം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇസ്രായേൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യം പരമാവധി മേഖലയിൽ ഗസ കേന്ദ്രീകരിച്ചു കൊണ്ടാണെങ്കിലും വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചു കൊണ്ടാണെങ്കിലും സർവ്വ മേഖലയിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സർക്കാർ അല്ലെങ്കിൽ സൈനിക വിഭാഗം. നുഴഞ്ഞു കയറി പോലും ഈ മേഖലയിലേക്ക് എത്താത്ത വിധമാണ് അത് ബ്ലോക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിൽ നിന്ന് ഒരാൾ ഇസ്രായേലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അതിനിപ്പോൾ അവർ സംശയിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഗസയിൽ നിന്ന് ബങ്കർ ഇസ്രായേലിലേക്ക് അണ്ടർഗ്രൗണ്ട് വഴികൾ ഉണ്ടോ എന്നുള്ള ഒരു വിവരങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടോ ആകാശ മേഖലയിലൂടെയോ കടൽ മേഖലയിലൂടെയോ ഒരു തരത്തിലും ഒരു ഫലസ്തീനിക്ക് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഇവിടെ എത്താൻ വേണ്ടി സാധിക്കുകയില്ല. പിന്നീട് ചില അതിർത്തിയിലൊക്കെ ഇങ്ങനെ പറയപ്പെട്ട തുരങ്കങ്ങൾ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ പറയപ്പെടുന്ന തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയം കൂടി ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതായത് വെടിവെപ്പ് നടത്തിയ 2 ഫലസ്തീനികളെ വെടിവെച്ച് കൊന്നു. അതിന് സർക്കാർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഉയരുന്ന ചോദ്യത്തിൽ പ്രസക്തമായത് എന്തിനാണ് വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അത്തരം ആക്രമണം നടത്തുന്ന ആളുകൾ കൊല്ലാതെ കാലിനോ കൈയോ ഒക്കെ വെടിവെച്ചുകൊണ്ട് കീഴടക്കുന്ന ഒരു പ്രവൃത്തി മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ആ സമയത്ത് മാത്രമേ അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. പല ഘട്ടങ്ങളിലും ഈ ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി അത്തരം പ്രതികളാക്കപ്പെട്ടവരെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലും.
അതുകൊണ്ടുണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അന്വേഷണം വഴിമുട്ടിപ്പോകും. മുൻപ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ന്യൂയോർക്കിലൊക്കെ പ്രചരണം നടത്തുന്നതിനോടനുബന്ധിച്ചാണ് വെടിവെപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലക്ക് നേരെ വെടിവെക്കുന്നു, ചെവിക്കാണ് വെടികൊണ്ടത്. അത് വല്ലാത്ത അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെടുന്നു. ഈ വെടിവെച്ച വ്യക്തി ആ സ്പോട്ടിൽ തന്നെ അമേരിക്കൻ സൈനികർ വെടിവെച്ച് കൊല്ലുന്നു. അതോടുകൂടി അന്വേഷണം തന്നെ നിലച്ചുപോയി. കാര്യം തെളിവുകളില്ലാതെയായി. അപ്പോൾ അവരെ കൈകാലിനൊക്കെ വെടിവെച്ചുകൊണ്ട് ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്തൊക്കെ വെടിവെച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുന്നതിന് പകരം വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം മുന്നോട്ടുള്ള അന്വേഷണത്തെ സാരമായിട്ട് ബാധിക്കും. അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ഈ പറയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് തന്നെ വധിക്കാൻ ശ്രമിച്ചതിൽ ഇറാന് പങ്കുണ്ട് എന്ന് പരോക്ഷമായ ഒരു പരാമർശം നടത്തി. തെളിവുമായിട്ട് വരൂ, നമുക്ക് സംസാരിക്കാമെന്ന് ഇറാൻ അതിന് മറുപടി നൽകി. തെളിവ് ഹാജരാക്കാനൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിയാക്കപ്പെട്ട ആൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പിന്നെ ഈ കാര്യത്തിലൊന്നും സാക്ഷ്യമുണ്ടാവില്ല. കാരണം ഒറ്റപ്പെട്ട വ്യക്തികളാണ് ഇതിന് വലിയ രാജ്യം നിയമിക്കുന്നതല്ല. അവനവൻ്റെ വൈകാരികപരമായിരിക്കുന്ന ഇടപെടൽ മൂലമാണ് ഒറ്റപ്പെട്ട അക്രമങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ആ സമയത്ത് ഏതെങ്കിലും വിഭാഗങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, സാമ്പത്തിക മുടക്കുകളോ അല്ലെങ്കിൽ പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ പ്രതി ജീവിച്ചിരിക്കണം. അതിനെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് അന്വേഷണം വഴിമുട്ടുന്നു. അതുകൊണ്ട് ഇറാന് നേരെയുള്ള പരാമർശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയതിന് ശക്തമായിരിക്കുന്ന മറുപടി അപ്പോൾ തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തെളിവ് കൈവശമുണ്ടെങ്കിൽ ഹാജരാക്കും, നമുക്ക് നോക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് ഇറാൻ്റെ പ്രസിഡന്റാണ് അതിന് മറുപടി പറഞ്ഞത്. പിന്നെ അതിന് ശേഷം അത് സൈലന്റ് ആയിപ്പോയി. പിന്നെ അമേരിക്ക ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സമാന സ്ഥിതികൾ ഏകദേശം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അന്വേഷണ കാര്യങ്ങൾ വരണം എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനപ്പുറം പുതിയൊരു സംവിധാനത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ്. അതായത് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബങ്കറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രവർത്തനം അതും കൂടി ഇതിൻ്റെ കൂടെ നടത്തുകയാണ്. അപ്പോൾ ബങ്കറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ അടിഭാഗത്തുള്ള പ്രതലങ്ങളെക്കുറിച്ചൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിസ്പ്ലേ പുറത്ത് വരുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുക. എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഗസ മുഴുവൻ അവരങ്ങനെ നടത്തിയിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അവർ ഒറിജിനൽ ബങ്കറും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളും യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒറിജിനൽ ബങ്കർ എന്ന് കരുതിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറിലേക്ക് കയറുന്നു, അവിടെ പിന്നെ സ്ഫോടനം നടക്കുന്നു, വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് സൈനികർ കൊല്ലപ്പെടുന്ന പല സംഭവങ്ങളും പല സമയങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം 2 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തിന് സൈനികമായിരിക്കുന്ന ആയുധങ്ങളുടെ കുറവ് ഉണ്ടായിട്ടില്ല. 2 വർഷവും ആയുധക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ നടക്കുന്നു, ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരം ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിർത്തി പങ്കിടുന്ന ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന അതിർത്തി നിയന്ത്രണങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അവിടെ നിങ്ങോട്ട് ഒരു നിലക്ക് വരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ലെബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ജോർദാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും ഏറെക്കുറെ ഇങ്ങനെയാണ്. ജോർദാൻ അതിർത്തി പിന്നെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗസയായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ആകെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഗസയിലേക്ക് ഡയറക്റ്റ് ത്രൂ ഉള്ളൂ. അവിടെ കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. എന്നിട്ടും ഇവർക്ക് ആക്രമിക്കാൻ ആയുധത്തിൻ്റെ കുറവുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇസ്രായേലിന് ഇപ്പോഴും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വെടിവെപ്പ് നടക്കുന്നു. ആ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിലെ ജനങ്ങൾ തന്നെ ഞെട്ടിപ്പോകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്ത് പോലും ജൂതവിശ്വാസികൾ സുരക്ഷിതമല്ലെന്ന് ഇതിനു മുൻപ് തന്നെ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടത് എന്നതിന് മറുപടി കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് പറയണം എന്ന അഭിപ്രായക്കാരും ഇസ്രായേൽ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.